ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും അടൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനി, വന്യവികാരി ജനറൽ കെ വി ചെറിയാനച്ചൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താൽ പ്രിയരെ, ക്രിസ്തു യേശുവുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് അഭിവന്യ ഈശോ തിരുമേനിയുടെ ജീവിതത്തെയും സന്ദേശത്തെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ തിരുമേനിയുമായി എന്നേക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒത്തിരി ആളുകൾ ഈ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അഭിവന്യ സെറാഫിൻ തിരുമേനി, ഈശോ തിരുമേനി ഉണ്ടായിരുന്ന സിഹോർ ആശ്രമത്തിൽ നിന്നാണ്. ഈശോ തിരുമേനി 22 വർഷമാണ് സിഹോർ ആശ്രമത്തിൽ പ്രവർത്തിച്ചത്. സെറാഫിൻ തിരുമേനി 30 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണ് എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതുപോലെ ഈശോ തിരുമേനിയുടെ അവസാന നാളുകളിൽ തിരുമേനിയോട് ഒപ്പമുണ്ടായിരുന്ന, തിരുമേനിയെ ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട സി ജോസഫ് അച്ഛൻ ഈ സ്റ്റേജിൽ നമ്മോടൊപ്പം ഇരിപ്പുണ്ട്. അതുപോലെ തിരുമേനിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വെട്ടിയാറിലുള്ള അനീച്ചാൻ നമ്മോടൊപ്പം ഈ സദസ്സിലിരിപ്പുണ്ട്. തിരുമേനി പട്ടം നൽകിയ ആളുകളുണ്ട്. തിരുമേനിയുമായി ബന്ധപ്പെട്ട് പല ശുശ്രൂഷകളിൽ പങ്കുകാരായ ആളുകളുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ തിരുമേനിയെക്കുറിച്ച് പറയുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേനി ബിഷപ്പായതിനു ശേഷം ആദ്യം ഒരു ഭദ്രാസനത്തിൻ്റെ സ്വതന്ത്ര ചുമതല വഹിക്കുന്നത് കുന്നംകുളം പലമ്പാർ ഭദ്രാസനമാണ്. അത് അന്നത്തെ തിരുമേനിയുടെ അരമന ഞങ്ങളുടെ വീടിനടുത്തുള്ള കുന്നംകുളം മാർ തോമസ് സെൻ്ററാണ്. ആ സമയത്ത് തിരുമേനിയെ പലപ്പോഴും കാണുന്നതിനുമൊക്കെ ഇടയായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇടവക അംഗങ്ങളും സീനിയർ ആളുകളും തിരുമേനിയെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ള ചെറിയ അറിവുകളുണ്ട്. സാന്ദർഭികവശാൽ ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തിരുമേനി ശുശ്രൂഷ ചെയ്ത സിഹോർ ആശ്രമത്തിൽ സന്ദർശിക്കുന്നതിനും അവിടുത്തെ ചുമതലക്കാരുമായി സംഭാഷിക്കുന്നതിനും ഒരിടയായ സമയം ലഭ്യമായി. ഈ കഴിഞ്ഞ ഞായറാഴ്ച തിരുമേനി റംബാനായി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെട്ട തൃശ്ശൂർ ഇടവകയിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുവാനിടയായി. ഇതൊക്കെ സാന്ദർഭികമായി ഞാൻ ഓർത്തു എന്ന് മാത്രം. ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിക്കുകയും ദൈവകൃപ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത അഭിവന്യ തിരുമേനിയെ ഓർക്കുവാൻ ഈ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഒരു പ്രശ്നം, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പരിസേക ഭജനും തിരുമേനിയും കൂടെ പറഞ്ഞു കളഞ്ഞു. ഇനി ഞാൻ എന്തു ചെയ്യും? ഇതൊരു പ്രശ്നമാണ്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന സമയം അനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. അഭിവന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട അച്ഛന്മാരും എനിക്കൊരു വിഷയം തന്നു. ജീവിക്കുന്ന സുവിശേഷം, സാമൂഹിക പരിവർത്തനത്തിലേക്കുള്ള ആത്മീയ പാത. ലിവിങ് ഗോസ്പൽ, സ്പിരിച്വൽ പാത്വേ ടു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ദൈവവചനം നോക്കുമ്പോൾ കർത്താവ് ജീവിക്കുന്ന സുവിശേഷമായി ലോകത്ത് ജീവിച്ചതാണ്. അതാണ് കർത്താവിനെ നോക്കി കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതാണ് ജീവിക്കുന്ന സുവിശേഷമായി ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുക. കർത്താവ് തൻ്റെ നസ്രേത്ത് മാനിഫെസ്റ്റോയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 19 വാക്യങ്ങൾ പ്രകാരം പറയുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഇത് വായിച്ച് തിരിച്ചു കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കയാൽ ഈ വചനത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. കർത്താവിനെക്കുറിച്ച്
യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആദ്യ ഭാഗത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് മീ, ഹീ ഹാസ് അനോയിൻറ്റഡ് മീ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് കർത്താവ് പറയുന്നു. കർത്താവിനെ നോക്കിയ ശിഷ്യന്മാർ പറഞ്ഞു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അഭിമന്യ ഈശോമാർ തിമത്തിയോസ് തിരുമേനി കാലം ചെയ്തതിന് ശേഷം ഒരു സ്മാരക പുസ്തകം എഴുതിയപ്പോൾ അതിൽ നമ്മുടെ അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി എഴുതിയത് എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന് പറയുന്ന കന്യക മറിയാമിൻ്റെ പാട്ടിൻ്റെ തുടക്ക വാചകങ്ങൾ എഴുതിക്കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് കന്യക മറിയാമിൻ്റെ പാട്ടാണ്, എന്നാൽ ഇത് ഈശോമാർ തിമത്തിയോസ് തിരുമേനിയുടെ ജീവിതമാണ്. അതുപോലെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. കർത്താവ് ലോകത്തിൽ വന്ന് എന്നെ അഭിഷേകം ചെയ്ത ദൈവത്തെ കുറിച്ച് പറയുകയും എന്തിനാണ് എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ലോകത്തോട് പറഞ്ഞതും, കൃപയും സത്യവും നിറഞ്ഞവനായി കർത്താവിനെ ശിഷ്യന്മാർ കണ്ടതുപോലെ നമ്മൾ ഈശോ തിരുമേനിയുടെ ജീവിതം കർത്താവിൻ്റെ ഒരു പ്രതിപുരുഷനായി ലോകത്തിൽ കണ്ടതും അനുഭവിച്ചതും അയവിറക്കുന്നതും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുമാണ് എന്ന് പ്രത്യേകമായി പറയുന്നതിന് ഈ അവസരം ഉപയോഗിക്കട്ടെ. അപ്പോൾ ഈ വേദഭാഗം തൻ്റെ ജീവിതം സാമൂഹിക പരിവർത്തനത്തിലേക്കുള്ള ആത്മീയ പാതയായി അല്ലെങ്കിൽ സുവിശേഷം ആയിത്തീരുന്നതിനെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കുറേ നാളുകൾക്ക് ശേഷവും നമ്മൾ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉത്തേജനമായി പ്രചോദനമായി തീരുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ട ആവശ്യമാണ്. തിരുമേനിയുടെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഇന്ന് തിരുമേനിയുടെ ജന്മദിനമാണ്. 1932 നവംബർ 25-ാം തീയതി തോന്നിയാമലയിലുള്ള ഭവനത്തിൽ പിറന്ന് ചെറുപ്രായം മുതൽ തന്നെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാൻ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ആ ബാലനായ കോശി എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ തങ്കപ്പൻ എന്ന് ഓമന പേരിട്ട് വിളിച്ച ആ പൈതലിനെ ഇടയായിത്തീർന്നു. അന്നത്തെ സീനിയേഴ്സ് എല്ലാം ഓർക്കുന്നത് തങ്കപ്പനെ ഒരു വേദപുസ്തകം ഇല്ലാതെ കാണുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ജീവിതം ഏറ്റവും അനുഗ്രഹീതമായി നടത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ചെറുപ്പകാലം മുതൽ തങ്ങളുടെ യുവജനസഖ്യ അംഗങ്ങളെ പ്രചോദിപ്പിച്ച് മറ്റവരെ സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം തിരുമേനിയെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളിലും നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. പാട്ടുകൾ പാടുന്നതും പഠിക്കുന്നതും വേദപുസ്തക വാക്യങ്ങൾ കാണാതെ പറയുന്നതും യുവജനസഖ്യ അംഗങ്ങളോടൊപ്പം അവരെ വേദപുസ്തകം വായിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും വാക്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നതിനൊക്കെ പ്രചോദിപ്പിക്കുന്നതും പല ആളുകൾ തങ്ങളുടെ എഴുത്തുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ സഹോദരൻ വി.ടി. ജോണച്ചൻ ഞങ്ങളുടെ വികാരിയായി കുറച്ച് നാളുണ്ടായിരുന്നു. അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉച്ചഭക്ഷണ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ മർക്കോസിൻ്റെ സുവിശേഷം വായിച്ച് പ്രാർത്ഥിക്കും. എത്ര പ്രചോദനാത്മകമായിട്ടാണ്
ചെറുപ്പകാലം മുതൽ തന്നെ, അല്ലെങ്കിൽ യിരെമ്യാവിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി വളർന്നു വരുന്നതിന് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സുവിശേഷം തിരുമേനിയിലൂടെ ജീവിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ട് തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ കൊമ്പാടിയിലുള്ള നമ്മുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുകയും അതിനുശേഷം സിഹോറ ആശ്രമത്തിലെ ഒരു അംഗമായി തീരുന്നതിനെ സാധിക്കുകയും ചെയ്തു. സിഹോറ ആശ്രമത്തിൽ വാസ്തവത്തിൽ ഈ ഗോസ്പൽ ഇൻ ആക്ഷൻ എന്നൊക്കെ പറയാൻ സാധിക്കും. തൻ്റെ സുവിശേഷം പ്രവർത്തന പദ്ധതിയിൽ എങ്ങനെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു സന്ദർഭമായിട്ട് നമുക്ക് തിരുമേനിയുടെ ജീവിതത്തെ കാണുന്നതിന് സാധിക്കും. 20 വയസ്സുള്ള ഒരു യുവാവ് സിഹോറ ആശ്രമത്തിലെത്തുമ്പോൾ അവിടെയുള്ള മധ്യപ്രദേശിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നതിന് സുവിശേഷം താൻ പഠിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്ന അദ്ദേഹത്തിന് സാധിച്ചു. ആശ്രമത്തിലെ ചിട്ടയായുള്ള പ്രാർത്ഥന, ഉപവാസം. നമ്മൾ അവിടെ എന്തെങ്കിലും കാരണവശാൽ ചെന്ന് വരാൽ എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുമ്പോൾ വളരെ താല്പര്യത്തോടുകൂടി ഇതിൽ പങ്കാളിയാകുന്ന തങ്കപ്പൻ എന്ന യുവാവിനെ കുറിച്ച് അവിടുത്തെ പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ കായിക അധ്വാനം, അതിൽ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുന്ന തങ്കപ്പൻ എന്ന യുവാവ്, പിന്നീട് പട്ടക്കാരനായതിനു ശേഷവും അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യത്തോടെ നേതൃത്വം നൽകുന്ന ഒരു മനുഷ്യൻ, അവിടുത്തെ കൃഷിയുടെ ആവശ്യത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്നയാൾ, വളരെ സാധുക്കളായ ആളുകളെ സഹായിക്കുന്നതിനും അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, എവിടെയായാലും സുവിശേഷം തൻ്റെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറയുന്ന ഇതാണ്. അവിടുത്തെ ആളുകൾ ഓർക്കുന്നൊരു സംഭവം, അവിടെ ആശ്രമം ഡേക്ക് ഒരുങ്ങുമ്പോൾ സമീപത്തുള്ള ഇടവയിലുള്ള ആളുകളെല്ലാം വരും. അപ്പോൾ ആശ്രമം വളരെ ഭംഗിയാക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. അന്നത്തെ ക്രമീകരണം അനുസരിച്ച് നിലമെല്ലാം ശരിയാക്കുന്നത് കളിമണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്ത് അതെല്ലാം വളരെയധികം മെഴുകി വൃത്തിയാക്കുന്നതാണ്. നമ്മളെല്ലാം വളരെ പ്രയാസമായി കാണുന്ന ചില ജോലികൾ വളരെ സന്തോഷത്തോടുകൂടെ അതിന് മുൻകൈയെടുക്കുന്ന കോശി ബാബുവിനെ കുറിച്ച് അവിടുത്തെ സിഹോറയിലുള്ള ആളുകൾ ഓർക്കുന്നുണ്ട്. എല്ലാവരും ഓർക്കുന്ന അങ്ങനെയാണ്. കോശി ബാബു ആണ് ഈ ജോലി ചെയ്യുന്നതിനെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് തൻ്റെ ഒരു പ്രവർത്തനം ചെയ്യുക എന്ന് മാത്രമല്ല, എല്ലാം സന്തോഷത്തോടെ ചെയ്യുകയും മറ്റുള്ളവർക്ക് മാതൃകയായി നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ അവിടെ പല സമയത്തിലും മണിയടിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. എന്നാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജോലി ചെയ്യുന്ന ആ വസ്ത്രവും വിയർപ്പും ഒക്കെ ആയിട്ട് ചാപ്പലിൽ വരാൻ പ്രയാസമാണ്. മണി കേൾക്കുമ്പോൾ താൻ ഏത് സ്ഥലത്താണോ അവിടെ പ്രാർത്ഥിക്കുന്ന കോശി ബാബു അല്ലെങ്കിൽ തങ്കപ്പൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അച്ഛനായി തീർന്ന കോശി അച്ഛൻ ചെയ്യുന്നത് പലരും ഓർക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തൻ്റെ ജീവിതം എത്രത്തോളം വിനയാനിതനായും എത്രത്തോളം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാമോ എന്നുള്ളത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്.
അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള ആളുകളുമായി വളരെ ഏകീഭവിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഈ തോന്നിയാമലയിലായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പത്തനംതിട്ടയിൽ വന്ന് ഹിന്ദി ട്യൂഷന് പോകുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഹിന്ദി ട്യൂഷന് പോകുന്നത്? ഞാൻ ഉത്തരേന്ത്യയിൽ സുവിശേഷ വേല ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഹിന്ദി നന്നായി പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ താൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നേരത്തെ തന്നെ അറിഞ്ഞ് അതിനു വേണ്ടി തൻ്റെ എല്ലാ പ്രയത്നങ്ങളും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന തിരുമേനിയെ ചെറുപ്പം മുതലേ നമുക്ക് കാണുന്നതിന് സാധിക്കും. അന്ന് നമ്മുടെ മാർത്തോമാ തിരുമേനിമാരിൽ അനായാസേന ഹിന്ദിയിൽ പ്രസംഗിക്കാൻ സാധിക്കുന്ന ഒരു ബിഷപ്പേ ഉള്ളായിരുന്നു, ഈശോ തിരുമേനിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് അഭിവന്യ സെറാഫിൻ തിരുമേനി ആ സിഹോരയിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് അനായാസേന ഹിന്ദിയിൽ പ്രസംഗിക്കുന്നതിനും ഹിന്ദി കൈകാര്യം ചെയ്യുന്നതിനും തിരുമേനിക്ക് സാധിക്കുന്നു. അങ്ങനെ ആ പൈതൃകത്തിൽ നമുക്ക് ഒരു തിരുമേനിയുടെ കിട്ടിയതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആ ഗ്രാമത്തിലുള്ള ആളുകളോട് കൂടി ചേർന്ന് ഹിന്ദി ഭജൻ പാടുകയും പലതും അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് തർജ്ജിമ ചെയ്ത് അവരെ മനസ്സിലാക്കുകയും അങ്ങനെ തൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഒരു ജീവിക്കുന്ന സുവിശേഷമായി തിരുമേനി പലപ്പോഴും മാറിക്കൊണ്ടിരുന്നത്. സുവിശേഷം വായിക്കാനുള്ളത് മാത്രമല്ല, പഠിക്കാനുള്ളത് മാത്രമല്ല, അത് പൂർത്തീകരിക്കുന്നത് തൻ്റെ ജീവിതം അതായി മാറുമ്പോഴാണ്. അത് തൻ്റെ ജീവിതത്തിലൂടെ പലപ്പോഴും കാണിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പിസ്കോപ്പൽ ഇലക്ഷൻ്റെ സമയത്ത് യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഈ കോശിയച്ഛനോട് അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്ത് വരാൻ പോകുന്നു എന്ന് അറിയിക്കുമ്പോൾ തിരുമേനി പറയുന്നത്, ഞാൻ അതിന് യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ്, എൻ്റെ പേര് അതിനകത്ത് ചേർക്കണ്ട. ഏത് പ്രവാചകന്മാരെയും ദൈവം വിളിച്ചപ്പോൾ ആദ്യം അങ്ങനെയാണ്. മോശയെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തടിച്ച് നാവുള്ളവനാണ്, വിക്കനാണ്, എനിക്കിത് നടക്കുന്ന സാധ്യമല്ല. എന്നാൽ സഭയുടെ വിളിയാണ് എന്നും തിരുമേനി പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ് ഞാൻ വായിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അച്ഛനെ ശമ്മാശനും അച്ഛനും ആക്കിയത് അച്ഛൻ്റെ ആവശ്യപ്രകാരമല്ല, സഭയുടെ ആവശ്യപ്രകാരമാണ്. അതുകൊണ്ട് എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് സഭയുടെ ആവശ്യപ്രകാരമാണ്. അങ്ങനെയാണ് പ്രാർത്ഥനയോടുകൂടെ അതിന് സമ്മതിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് ഈ എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം കോഴഞ്ചേരി പള്ളിയിൽ പ്രാർത്ഥനാ നിരതനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥനയോട് ഒരുങ്ങിയത് ആ ഒരു പൈതൃകം ഞങ്ങൾക്ക് 3 പേർക്കും ലഭ്യമായി. അഭിവന്യ സെറാഫിൻ തിരുമേനിയുടെ പ്രേരണയിലായിരിക്കാം ഞങ്ങൾക്ക് ആ ദിവസം നമ്മുടെ സെമിനാരി ചാപ്പലിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമുണ്ടായി. പ്രാർത്ഥനയുടെ ബലം ജീവിതത്തിൽ ഏറ്റവും ശക്തമായി അനുഭവിച്ച ഒരു മനുഷ്യനായി അഭിവന്യ ഈശോ തിരുമേനി നമ്മൾ കാണുന്നതിന് സാധിക്കും. ഏത് വിഷയവും ഏത് പ്രശ്നവും പ്രാർത്ഥനയിലാണ് തിരുമേനി അഭയം കാണുന്നത്. പല ആളുകളും തിരുമേനിയോട് ചേർന്ന് താമസിച്ചിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രി സമയത്തൊക്കെ തിരുമേനിയുടെ മുറിയിൽ നിന്നോ അല്ലെങ്കിൽ ചാപ്പലിൽ നിന്നോ ഒക്കെ ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കുന്ന തിരുമേനിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. തൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ പ്രയാസങ്ങൾ, തൻ്റെ വേദനകൾ കർത്താവിനോട് പകർന്ന് കർത്താവിനെ സ്നേഹിതനെ പോലെ സംസാരിക്കുന്ന ഒരു ഈശോ തിരുമേനിയാണ് സഭയ്ക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുക. ഏറ്റവും വിനയാനിതനായി ഞാൻ ഏറ്റവും ചെറിയവനാണ്, എളിയവനാണ് എന്ന് പറയുക മാത്രമല്ല,
ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അത് ഘോഷിക്കുകയും മനഃപൂർവ്വം അതിനുവേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത തിരുമേനി നമുക്ക് കാണുന്നതിന് സാധിക്കും. താൻ ബിഷപ്പായി സ്ഥാനാരോഹണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു കോഴി വളർത്തുകാരൻ മാത്രമാണ്. ദാവീദിനെ ആടുമേയ്ക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൈവമാണ് കോഴി വളർത്തുന്ന ഭാഗത്ത് നിന്ന് എന്നെ തിരഞ്ഞെടുത്ത് ഈ സഭയുടെ അധ്യക്ഷനാക്കി തീർത്തത്. എന്നാൽ താൻ ഏത് സ്ഥാനത്തായിരുന്നോ ഏറ്റവും വിനയാനിതനായി നമ്മളൊന്നും നമ്മുടെ ചെറിയ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ മടിക്കും. ഞാൻ ഇത്ര ചെറിയ ആളാണെന്ന് മറ്റുള്ളവർ സംശയിച്ച് പോയാലോ എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്ക് വരും. എന്നാൽ തൻ്റെ ജീവിതം ട്രാൻസ്പെറൻ്റായി അതുപോലെ മറ്റുള്ളവരോട് ചേർന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ അതിലേക്ക് ഉത്സാഹിപ്പിക്കുന്ന ഒരു തിരുമേനിയെ നമുക്ക് കാണുന്നതിന് സാധിക്കും. തിരുമേനി എപ്പോഴും സാധുക്കളോടുകൂടെ പാവപ്പെട്ടവരോടുകൂടെ ജീവിക്കുകയും അവരോടുകൂടെ ഏകീഭവിക്കുകയും ചെയ്യാൻ ശ്രമിച്ച മനുഷ്യനാണ്. ആദ്യം കുന്നംകുളം മലബാർ ഭദ്രാസനം, പിന്നെ അതിൻ്റെ പേര് മാറ്റി മദ്രാസ് കുന്നംകുളം ഭദ്രാസനമായി. പിന്നീട് അടൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ, ബോംബെ ഡൽഹി ഭദ്രാസനത്തിൽ, ഈ 3 ഭദ്രാസനങ്ങളിലാണ് തിരുമേനി ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും വളരെയധികം യാത്ര ചെയ്യുന്നതിന് തിരുമേനിക്ക് ഇടയായിട്ടുണ്ട്. അവിടെയെല്ലാം കണ്ടുമുട്ടുന്ന ആളുകളോടെല്ലാം അവരുടെ ജീവിതത്തോട് ഇടപെടുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. തിരുമേനി എവിടെ പോയാലും ഏറ്റവും സാധുക്കളോടുകൂടെ ഇടപെടുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഗൾഫ് ഇടവകളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ലേബർ ക്യാമ്പുകളിലൊക്കെ സന്ദർശിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സന്ദർശിക്കുക മാത്രമല്ല, അവരോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനും അവരോടുകൂടെ ഒരുമിച്ച് ഇരിക്കുന്നതിനും ഒക്കെ തിരുമേനി സമയം കണ്ടെത്തുന്നു. ഒരു ലേബർ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇപ്രകാരം ഓർമ്മിച്ചത് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. തിരുമേനി വന്നതിൻ്റെ ശബ്ദം പോലും ഞങ്ങൾ കേട്ടില്ല, എന്നാൽ അദ്ദേഹം പോയപ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞുപോയി. തിരുമേനി came without noise but left our hearts full. ഇതാണ് ജീവിക്കുന്ന സുവിശേഷം. ഈ ജീവിക്കുന്ന സുവിശേഷമാണ് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഞങ്ങളുടെ കുന്നംകുളം ഇടവകയിൽ ആ കാലത്ത് ബുധനാഴ്ച വൈകിട്ട് ഇടവക മിഷൻ്റെ നേതൃത്വത്തിലുള്ളൊരു സന്ധ്യാനമസ്കാരവും പ്രാർത്ഥനയുണ്ട്. കുന്നംകുളത്ത് തിരുമേനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ അതിന് പങ്കെടുക്കും. ഒരു ദിവസം ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് സ്കൂളിലേക്ക് പോകാനുള്ളത് ഞങ്ങൾ പോയിട്ടുണ്ട്. എൻ്റെ പിതാവ് ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. സാധാരണ തീർന്നു വരുന്ന സമയമാകുമ്പോൾ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ പെട്ടെന്ന് ഓടി വന്നിട്ട് തിരുമേനി നമ്മുടെ വീട്ടിൽ വരുന്നു. അന്നൊന്നും തിരുമേനിമാരങ്ങനെ നമ്മൾ അറിയിക്കാതെ ഒന്നും വരുന്ന പതിവൊന്നുമില്ല. പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാരുടെ സെൻറ്ററാണ്. അപ്പോൾ അതിലൂടെ നടന്നു വരുന്ന തിരുമേനിയെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു അത്ഭുതമാണ്. തിരുമേനിമാരിങ്ങനെ നടക്കുമോ? ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലോ, ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ബുക്ക് ബൈൻഡിങ് ഉണ്ട്. ഈ ബുക്കിൻ്റെ കട്ടിങ് വേസ്റ്റ് എല്ലാം ഞങ്ങളുടെ എല്ലാ അകത്തുമുണ്ട്. ആ സമയത്താണ് തിരുമേനി വന്ന് കയറി വരുന്നത്. എന്നാൽ വളരെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഇടപെട്ടതും പ്രാർത്ഥിച്ചു പോയതും അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ അടുത്തുള്ള മറ്റുള്ള ആളുകൾക്കെല്ലാം അനുഗ്രഹമായും സന്തോഷമായി തീർന്നതും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. എവിടെയായിരുന്നാലും ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ പേര് തന്നെ തിരുമേനിയുടെ സ്പിരിച്വാലിറ്റിയെ ശക്തീകരിക്കുന്നതാണ്. കോശി എന്നാണ് ഒഫീഷ്യൽ നെയിം. അത് ഈശോ എന്ന് പറയുന്ന സിറിയക് നാമത്തിൽ നിന്നുള്ള രൂപാന്തരമാണ്. ഈശോ എന്ന് പറഞ്ഞാൽ യേശുവാണ്. അങ്ങനെയാണ് തിരുമേനിക്ക് ബിഷപ്പായപ്പോൾ ഈശോ എന്നുള്ള പേര് വന്നത്. ഈശോ മാർ തിമത്തിയോസ്.
കർത്താവിൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിൽ വരച്ചു കാട്ടി. കർത്താവ് എപ്രകാരം ലോകത്തിൽ തൻ്റെ ശുശ്രൂഷയിലൂടെ പരിവർത്തനത്തിന് ശ്രമിച്ചുവോ അത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രാവർത്തികമാക്കി, തൻ്റെ രൂപമാക്കി തീർത്ത് അതേ പേരിൽ അറിയപ്പെട്ട് കാലയവനിക്കുള്ളിൽ മറഞ്ഞ അഭിമന്യ ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ അഗാധമായ ഡീപ്പ് പ്രെയർ, എവിടെയായിരുന്നാലും പ്രാർത്ഥനയ്ക്ക് അവസരം തിരുമേനി നൽകുന്നു. തിരുമേനിയോട് കൂടെ താമസിച്ചിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത് രാവിലെയും വൈകിട്ടുമുള്ള കുടുംബ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ വേദപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ ഓരോരുത്തർ പങ്കുവെക്കുന്നത്, പിന്നെ തിരുമേനി സ്വയമായി നടത്തുന്ന വ്യക്തിപരമായ പ്രാർത്ഥന, പിന്നെ ഉച്ചയ്ക്കും മറ്റും നടത്തുന്ന ഉപവാസ പ്രാർത്ഥനകൾ. തിരുമേനി ഒരു ഉപവാസത്തിൻ്റെ മനുഷ്യനായിരുന്നു. ക്രമീകൃതമായി അരമനയിൽ നടത്തുന്ന ഉപവാസങ്ങളുണ്ട്. എന്നാൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക കാര്യങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെല്ലാം ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചിരുന്ന് അതിൽ ഉത്തരം കണ്ടെത്തുന്ന തിരുമേനിയെ നമുക്ക് കാണുന്നതിന് സാധിക്കും. തിരുമേനിയുടെ പ്രസംഗങ്ങളെല്ലാം ആത്മീയ പ്രേരിതങ്ങളായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തിരുമേനിയിലൂടെ നേരിട്ട് പറയിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതവും വാക്കുകളും ഒരുമിച്ച് കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. തിരുമേനിക്ക് എപ്പോഴും ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരോടും കരുതലുള്ള ഒരു മനുഷ്യനായി, സ്നേഹിതനായി തിരുമേനി സഹായിക്കുന്നതിന് എപ്പോഴും തയ്യാറായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ചേട്ടൻ്റെ മകളുടെ ഒരു വിവാഹമാണ്. തിരുമേനി സാധാരണ വിവാഹത്തിന് പോകത്തില്ല. അപ്പോൾ തിരുമേനി 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടെയുള്ള ഒരു പ്രസ്സുകാരനാണ്. അപ്പോൾ അവിടുത്തെ ഭദ്രാസനത്തിൻ്റെ പ്രിൻറ്റിങ്ങൊക്കെ അവർ നടത്തുന്നതുകൊണ്ട് തിരുമേനിയായിട്ട് പരിചയമുണ്ട്. അപ്പോൾ തിരുമേനിയോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളെല്ലാം ചിറ്റഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഈ ടൗണിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടുകാരെല്ലാം ആ വീട്ടിൽ കൂടിയിട്ടുണ്ട്. കുറേ സമയമായി തിരുമേനി വരാമെന്ന് പറഞ്ഞ സമയത്ത് തിരുമേനിയെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മൊബൈലൊന്നുമുള്ള കാലമല്ല, ഞങ്ങളുടെ വീട്ടിലും ഫോണില്ല. പിന്നെ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ അരമനയെ വിളിച്ചപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് ഒത്തിരി നേരമായി. പിന്നീട് തിരുമേനി കുറേ നേരം കഴിഞ്ഞിട്ട് വന്നു. അപ്പോഴാണ് അന്ന് ബാബു എന്ന് പറയുന്ന ആളാണ് ഡ്രൈവർ. അദ്ദേഹം പറഞ്ഞു, വരുന്ന സമയത്ത് കുറുക്കമ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഈ കല്ല് പൊട്ടിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് എന്തോ ഒരു അപകടം ചെറുതായിട്ടുണ്ടായി, ഒരാളുടെ കാലിൽ അത് പതിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തിരുമേൻ്റെ കാറ് വരുന്ന സമയത്താണ് സംഭവിക്കുന്നത്. തിരുമേനി അവിടെ ഇറങ്ങി നിന്ന് അദ്ദേഹത്തെ ആ അപകടം പറ്റിയ ആൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി തിരുമേൻ്റെ കാറ് വിട്ടത്. തിരുമേനി അത്രയും നേരം അവിടെ റോഡ് സൈഡിൽ ഒരു കസാരയിട്ടിരുന്നു. അതുകൊണ്ടാണ് നേരം വൈകിയത്. അതുപോലെ പല പല കഥകൾ അനീച്ചാനൊക്കെ പറയാൻ കാണും. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നമ്മൾ ഈ ശമര്യക്കാരൻ്റെ കഥ എന്ന് പറയുന്ന ഇതാണ്. ഈ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് നേരം വൈകും എന്നുള്ളത് കൊണ്ട് നമ്മൾ പലതും മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ തിരുമേനി ഇതെല്ലാം ശ്രദ്ധിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന സുവിശേഷമായി എങ്ങനെ തീരാൻ സാധിക്കുന്നു എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തിരുമേനിയുടെ ജീവിതം സാമൂഹ്യ മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പാതയാണ്. അത് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. തിരുമേനിയുടെ ജീവിതം നോക്കിയാൽ മതി. അതുതന്നെ താൻ ആയിരിക്കുന്ന ഭദ്രാസനങ്ങളിൽ പല ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലായിരുന്നപ്പോഴാണ് കാസർഗോഡ് ബദിരവിദ്യാലയം ആരംഭിക്കുന്നതിനിടയായിത്തീർന്നത്. നമ്മുടെ ചുങ്കത്തറ കോളേജ് തിരുമേനിയുടെ ഒരു സ്വപ്നമാണ്. തിരുമേനി പ്രാർത്ഥനയിലൂടെ പല കാര്യങ്ങൾ നേടിയിട്ടുള്ളതാണ്. ചുങ്കത്തറ കോളേജിൻ്റെ നിർമ്മാണ സമയത്ത് ആവശ്യത്തിന് പണമില്ല. കൗൺസിലിലൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ
ബഡ്ജറ്റ് ഒന്നും നോക്കാതെ എന്തിനാണ് ഇതൊക്കെ ഏറ്റെടുത്തത്? എന്നാൽ തിരുമേനി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് അതിനുള്ള മൂലധനം തരും. തിരുമേനിയും മറ്റുള്ളവരുമായി വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ജർമ്മനിലുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആ സമയത്ത് ഇതിനാവശ്യമായ പണം നൽകി കടമില്ലാതെ അത് ബിൽഡിംഗ് പൂർത്തീകരിക്കുന്നത് സാധിച്ചു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവഹിതപ്രകാരമായി ക്രമീകരിക്കുക, ഇത് സുവിശേഷത്തിൻ്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ ജീവിതം തന്നെ സുവിശേഷമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിനെ സാധിച്ചു. തിരുമേനിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, പ്രാർത്ഥനയാണ് ഈശോ തിരുമേനിയുടെ ജീവധാര. ബിഷപ്പുമാരെ ഏറ്റവും പ്രയാസപ്പെടുന്ന സന്ദർഭം ഇടവകൾ വഴക്കുണ്ടാകുമ്പോഴാണ്. പല ആളുകൾ പല പരാതികളുമായിട്ട് വരും. സെറാഫിൻ തിരുമേനി ഞാനൊക്കെ അത് അനുഭവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ തിരുമേൻ്റെ അടുത്ത് വരുന്ന പരാതികളെല്ലാം പരിഹരിക്കുന്നത് വരുന്നവരും തിരുമേനും കൂടി പ്രാർത്ഥിച്ച് അനുരഞ്ജനപ്പെട്ടു പോകുന്നതാണ്. ഞങ്ങളെല്ലാം കുറേയധികം കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ തിരുമേനി ഒരു നല്ല മാതൃക, അതെല്ലാം ഒരു മാറ്റം അന്ന് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും, വ്യത്യസ്തത എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിന് അനുസരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ സ്വാക്ക്, അഡ്വാക്ക് എന്നീ 2 സൊസൈറ്റികൾ രൂപീകരിച്ചു. ചന്തക്കുന്നിൽ വിമൻസ് ഹോസ്റ്റൽ സ്ഥാപിച്ചു. വില്ലേജ് ഗേൾസിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാം, ഇതെല്ലാം ആവശ്യങ്ങളുടെ മധ്യത്തിലാണ്. അല്ലാതെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാപനം ഉണ്ടാക്കുകയോ എൻ്റെ പേര് കാണിക്കണമെന്ന് വിചാരിക്കുമെന്നതല്ല. എന്താണോ ഒരു സ്ഥലത്ത് ആവശ്യം, എങ്ങനെയാണ് ആ സ്ഥലത്തെ ഉദ്ധരിക്കാൻ സാധിക്കുക, അത് ജാതിമത ഭേദമെന്നെ എല്ലാവരോടും കാണിക്കുന്നതിന് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കി പറഞ്ഞാൽ തിരുമേനിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമിലിറ്റിയാണ്, വിനയമാണ്. തിരുമേനി തൻ്റെ ബാഗ് വേറൊരാളെടുക്കാൻ അനുവദിക്കാറില്ല. ഒരു സ്ഥലത്ത് പോയാൽ ബിഷപ്പിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കിട്ടണം, ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. പലപ്പോഴും അതിനെ എതിർത്തു. തിരുമേനി വളരെ സിമ്പിളാണ്. ഗ്രാമങ്ങളിലെ ഭവനങ്ങളിൽ താമസിച്ചു, വെറും പായിൽ കിടന്നുറങ്ങി, സാധാരണ ഭക്ഷണം കഴിച്ചു. മറ്റുള്ളവരോട് എപ്പോഴും അനുകമ്പയുള്ളവനാണ്. മറ്റുള്ളവരോട് കൂടെ കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഒരു മുൻവിധിയും കൂടാതെ മറ്റുള്ളവരെ കേട്ടു. ഏത് പ്രശ്നത്തിൽ വന്നാലും നമുക്കൊക്കെയാണ് പ്രശ്നങ്ങൾ, ഒന്ന ആളാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ചെറിയൊരു മുൻവിധിയുണ്ട്. എന്നാൽ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളോടും മുൻവിധി കൂടാതെ അവരെ കേൾക്കുന്നതിനെ, തീരുമാനങ്ങൾ എടുക്കുന്നതിനെ തിരുമേനി ശ്രദ്ധിച്ചു. പലപ്പോഴും എൻ്റെ അച്ഛന്മാർക്ക് വീഴ്ച വരുന്നത്, എൻ്റെ ജനത്തിന് വീഴ്ച വരുന്നത് എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണ് എന്ന് പറഞ്ഞ് സ്വയമായി കൂടുതൽ സ്വയം പ്രാർത്ഥിക്കുന്നതിന് തിരുമേനി എടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ജനത്തിൻ്റെ വീഴ്ച ബിഷപ്പിൻ്റെ വീഴ്ചയാണ്, പട്ടക്കാരുടെ വീഴ്ചയാണ്, നമ്മുടെ ഒരുമിച്ചുള്ള വീഴ്ചയാണ് തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും പരസ്പരം പങ്കുവെക്കുന്നതിന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. തിരുമേനി തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തി. ദൈവഹിതം തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുന്നതിന് സാധിച്ചു. തിരുമേനി വിശുദ്ധനായിരുന്നു എന്ന് പലരും പറയും. തിരുമേനി എന്താണോ പ്രസംഗിച്ചത്
അതുതന്നെയാണ് ജീവിച്ചത്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ വണ്ണം മാത്രം നടപ്പിൻ. ഇത് തിരുമേനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. കണ്ടക്ട് യുവർ സെൽഫ് വർതി ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന് യോഗ്യമായ വിധത്തിൽ മാത്രം ജീവിക്കുക. തിരുമേനിയുടെ അവസാന നാളുകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സി ജോസഫ് അച്ഛൻ നമ്മളോട് പറയും. അന്ന് ഈ ആൻഡമാൻസിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പാണെന്നും രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായത്. ആ കൂടിക്കാഴ്ചയുടെ വെളിച്ചത്തിലാണ് അനുശോചന സന്ദേശത്തിൽ രാജീവ് ഗാന്ധി പറഞ്ഞത്, ദ കൺട്രി ഹാസ് ലോസ്റ്റ് എ ട്രൂ ഇവാഞ്ചലിസ്റ്റ് ഓഫ് റയർ കാലിബർ. യഥാർത്ഥമായ ഒരു സുവിശേഷകനെ രാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു സംഭാഷണത്തിൽ, ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ അങ്ങനെ തിരിച്ചറിയുന്നതിന് അന്നത്തെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ്. തിരുമേനി വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഈ ലോകത്ത് ശുശ്രൂഷ ചെയ്തത്. എൻ്റെ വിചാരം ഈ സഭയിൽ ഏറ്റവും കുറച്ച് നാൾ എപ്പിസ്കോപ്പൽ ശുശ്രൂഷ ചെയ്ത തിരുമേനി ഈശോ തിരുമേനി ആയിരിക്കും. എന്നാൽ അനേകകാലം ജീവിച്ചവരേക്കാൾ അധികം സ്വാധീനം ചെലുത്തുവാൻ തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഈ സഭ എന്താണ് പഠിക്കേണ്ടത്? സ്പിരിച്വാലിറ്റി മസ്റ്റ് ലീഡ് ടു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ആത്മീയത രൂപാന്തരത്തിന് മുഖാന്തരമായി തീരുന്നതായിരിക്കണം. പ്രയർ മസ്റ്റ് ബി കമ്പാഷനേറ്റ്. പ്രാർത്ഥന അനുതാപപൂർവവും അനുകമ്പാപൂർവവുമായിരിക്കണം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് ഈസ് സർവീസ്, നോട്ട് സ്റ്റാറ്റസ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥാനമല്ല, പിന്നെയോ ഒരു ശുശ്രൂഷയ്ക്കുള്ള അവസരമാണ് എന്ന് തിരിച്ചറിയുന്നതാണ്. ദ ഗോസ്പൽ മസ്റ്റ് ബി വിസിബിൾ ഇൻ അവർ നൈബർഹുഡ്. നമ്മുടെ സമീപത്ത് നമ്മളെ കാണുന്നവർ, നമ്മളുമായി ഇടപെടുന്നവർ സുവിശേഷം നമ്മളിൽ കാണുന്നതിനിടയായിത്തീരണം. The Holy Spirit must empower our mission. നമ്മുടെ ദൗത്യത്തെ ശക്തീകരിക്കേണ്ടതും വഴി നടത്തേണ്ടതും പരിശുദ്ധാത്മാവാണ്. The church must stand with the poor. കർത്താവിനെ പാവങ്ങളോട് ഒരു ഏകീകരണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ സഭയ്ക്ക് അവരോട് പ്രത്യേക കരുതലുണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈശോ തിരുമേനി ഓർക്കുന്ന ഈ സമയത്ത് കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈശോ തിരുമേനി വാസ് നോട്ട് എ മാൻ ഹു സ്പോക്ക് ഗ്രേറ്റ് തിയോളജി. വലിയ തിയോളജി പറഞ്ഞ ആളല്ല, ബട്ട് തിരുമേനി ലിവ്ഡ് ഇറ്റ്. തിരുമേനി അത് ജീവിച്ച ആളാണ്. തിരുമേനി ഡിഡ് നോട്ട് ബിൽഡ് ഗ്രാൻഡ് മോണുമെന്റ്സ്, ബട്ട് ഹി ബിൽഡ് പീപ്പിൾ. കുഞ്ഞെ, നിനക്ക് യേശു ആരാണെന്ന് ചോദിച്ച് അവരെ പണിയുന്നതിനാണ്, വലിയ സൗധങ്ങൾ പണിയുന്നതിനല്ല തിരുമേനി ശ്രദ്ധ കാണിച്ചത്. തിരുമേനി ഡിഡ് നോട്ട് ചേസ് പൊസിഷൻ. ഒരു സ്ഥാനത്തിന് പുറകെയും തിരുമേനി പോയിട്ടില്ല. പക്ഷേ തൻ്റെ വിനയം, ഹ്യൂമിനിറ്റി അദ്ദേഹം തിരഞ്ഞെടുത്തു. തിരുമേനി ഡിഡ് നോട്ട് സ്പീച്ച് പ്രോസ്പെരിറ്റി. പ്രോസ്പെരിറ്റിയെക്കുറിച്ച് തിരുമേനി ഇപ്പം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പ്രാക്ടീസ്ഡ് സാക്രിഫിഷ്യൽ ലവ്. എങ്ങനെയാണ് തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തിരുമേനി വാസ് ദ ഗോസ്പൽ ഇൻ ലൈഫ്, എ ലിവിങ് ഗോസ്പൽ ഹു സ്പിരിച്വാലിറ്റി ഇഗ്നേറ്റഡ് എ സോഷ്യൽ ഗോസ്പൽ ബൈ ദ ചർച്ച്. തൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന വിധത്തിൽ സഭയിലൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനെ തിരുമേനിക്ക് സാധിച്ചു. എന്നാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ഒരു സങ്കടമാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ സിഹോർ ആശ്രമത്തിൽ പോയി. ഈ തിരുമേനിയുടെ ദൗത്യം, ദർശനം ഏറ്റെടുക്കാൻ നമുക്ക് ആളുകൾ വേണ്ടേ? നിങ്ങളുടെ ഇടവകയിലുള്ള അച്ഛനാണ് ഇപ്പോഴത്തെ ആചാര്യ. അവർക്ക് 50 വയസ്സിന് മേലെ പ്രായമുണ്ട്. അതിനേക്കാൾ ജൂനിയറായ ആരും അംഗങ്ങളായി സിഹോർ ആശ്രമത്തിൽ ഇപ്പോഴില്ല.
അപ്പോൾ തിരുമേനിയുടെ അവദാനങ്ങൾ നമ്മൾ വാഴ്ത്തിപ്പാടുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ആളുകളുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പല സുവിശേഷ മേഖലകൾ ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആളുകളില്ലാതെ പോകുന്നു എന്നുള്ള സങ്കടം പറയുവാനും അതിനുവേണ്ടി നമ്മുടെ യുവാക്കളെ പ്രചോദിപ്പിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിലൂടെ നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. തിരുമേനി വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു. തിരുമേനി ഇപ്രകാരമെല്ലാം ചെയ്തു. തിരുമേനിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? തിരുമേനി ജീവിക്കുന്ന സുവിശേഷമായിരുന്നു. അത് സാമൂഹ്യ പ്രവർത്തനത്തിലേക്കുള്ള ഒരു ആത്മീയ പാതയായി രൂപപ്പെട്ടു. ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലമുറയിൽ, നമ്മുടെ അടുത്ത തലമുറയിൽ ഇത് പ്രചോദിപ്പിച്ച് നമ്മുടെ ആളുകളെ ഇങ്ങനെയുള്ള ദൗത്യമേഖലയിലേക്ക് കൊണ്ടുപോകുവാൻ ആഹ്വാനം ചെയ്യുന്നതിനായിരിക്കണം ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ. ഡൽഹി ഭദ്രാസനത്തിന് ചുമതല വഹിക്കുന്ന ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ ആ ഭാഗത്ത് ഉത്തരേന്ത്യയിൽ വളരെ പ്രയാസങ്ങൾ നേടുന്ന അനുഭവങ്ങളിൽ എല്ലാവരും ഒരുപോലെ ബ്രഹ്മചാരികളായി ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമായിരിക്കില്ലായിരിക്കും. എന്നാൽ കുറച്ച് നാളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളണ്ടിയേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ലേ? അതിനെ പ്രചോദിപ്പിക്കാൻ സാധിക്കില്ലേ? വളണ്ടിയറായി പോയത് ആളാണ് നമ്മുടെ സെറാഫിൻ തിരുമേനി. അവിടെ പിന്നെ അംഗമായി തീരുകയായിരുന്നു. പല ആളുകളും അങ്ങനെയാണ്. എന്നാൽ അവർക്കിഷ്ടമാകുന്ന സമയത്ത് അവിടെ നിന്ന് വിട്ടുപോരുന്നുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയും ദൈവകൃപ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങളാക്കി തീർത്തും അഭിമന്യ ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയുടെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെയും കുറിച്ച് നമ്മൾ ആചരിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ അതേ ജീവിത മാതൃക പിൻപറ്റുവാൻ, അനേകർക്ക് പ്രചോദനമായി തീരുവാൻ നമ്മുടെ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.